ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് രഞ്ജിത്ത്. പ്രധാന വാർത്തകൾ. ഇന്ന് പരാക്രം ദിവസ്. സ്വാതന്ത്ര്യ സമ്പാദനത്തിനുള്ള നേതാജിയുടെ ദൃഢനിശ്ചയവും ആസാദ് ഹിന്ദ് ഫൌജിന്റെ നേതൃത്വവും തലമുറകളായി രാജ്യത്തെ ജനങ്ങൾക്ക് പ്രചോദനമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് അവസാനിക്കും. ബജറ്റ് അവതരണത്തിനായി സഭ വീണ്ടും അടുത്ത മാസം 7 ചേരും. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ലഹരിമരുന്ന് വേട്ട കർശനമാക്കുമെന്ന് മന്ത്രി VN വാസവൻ. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന് US മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 8ാം പതിപ്പിന് ഇന്ന് കോഴിക്കോട് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളവും മധ്യപ്രദേശും തമ്മിലുള്ള മത്സരം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. റിപ്പബ്ലിക് ദിന പരേഡിന് മുന്നോടിയായുള്ള ഫുൾ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ പുരോഗമിക്കുന്നു. രാവിലെ 10:30 വിജയ് ചൌക്കിൽ നിന്ന് ആരംഭിച്ച് ചെങ്കോട്ട വരെയാണ് പരിശീലന പരേഡ്. രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതുന്ന T-20 ടാങ്ക്, നാഗ് മിസൈൽ സംവിധാനം തുടങ്ങിയവ പരേഡിൽ അണിനിരന്നു. ഗതാഗത കുരുക്കൊഴിവാക്കാൻ ദേശീയ തലസ്ഥാനത്ത് വിപുലമായ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മവാർഷിക ദിനം ഇന്ന്. പരാക്രം ദിവസായാണ് രാഷ്ട്രം അദ്ദേഹത്തിന്റെ ജന്മവാർഷിക ദിനം ആചരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ സുഭാഷ് ചന്ദ്രബോസിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സ്വാതന്ത്ര്യ സമ്പാദനത്തിനുള്ള നേതാജിയുടെ ദൃഢനിശ്ചയവും ആസാദ് ഹിന്ദ് ഫൌജിന്റെ നേതൃത്വവും തലമുറകളായി ഇന്ത്യക്കാരെ പ്രചോദിപ്പിക്കുന്നുവെന്ന് രാഷ്ട്രപതി പറഞ്ഞു. നേതാജിയുടെ ആഹ്വാനം കോടിക്കണക്കിന് ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കുചേരാൻ പ്രേരിപ്പിച്ചുവെന്ന് ഉപരാഷ്ട്രപതി വ്യക്തമാക്കി. സ്വാതന്ത്ര്യ സമരത്തിന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് നൽകിയ സംഭാവനകൾ അതുല്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സുഭാഷ് ചന്ദ്രബോസിന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാഷ്ട്രനിർമ്മാണത്തിനായി സംഭാവന നൽകാനും രാജ്യത്തെ യുവാക്കളോട് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. सुभाष बाबू एक विजनरी थे. उनके शौर्य से जुड़ी इस गाथा में भी उनके पराक्रम की झलक मिलती है. साहस तो उनके स्वभाव में रचा बसा था. देश भर के युवाओं से मेरा आग्रह है कि वे उनके बारे में अधिक से अधिक पढ़ें और उनके जीवन से निरंतर प्रेरणा लें. കാട്ടാന ആക്രമണത്തിൽ നിലമ്പൂർ ഉച്ചക്കുളം ഊരിലെ സരോജിനി മരണമടഞ്ഞതുൾപ്പെടെയുള്ള സംഭവങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും കാട്ടാനാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ആനുകൂല്യം ഉറപ്പാക്കുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത്. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ടൗൺഷിപ്പിന് ഭൂമി വിലയ്ക്ക് വാങ്ങുമെന്നും ഭാവിയിൽ ഒരു നില കൂടി നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലാണ് വീടുകൾ നിർമ്മിക്കുകയെന്നും നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം പറഞ്ഞു. അവിടെ വളരെ വേഗത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ളതാണ്. അതിന് മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും നാം അവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ ഇത്തരമൊരു ദുരന്തമുണ്ടായാൽ അതിനാവശ്യമായ പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാലതാമസം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ ഭൂമി സംബന്ധിച്ച് ഏറ്റെടുക്കേണ്ട കാര്യത്തിൽ ക്യാബിനറ്റ് 61 ദിവസം കൊണ്ട് തീരുമാനമെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വളരെ വേഗത്തിൽ തന്നെ ഈ ഭൂമി പൂർണ്ണമായി ഏറ്റെടുക്കാനാകുമെന്ന് തന്നെയാണ് സർക്കാർ കണക്കാക്കുന്നത്. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് 712 കോടി രൂപ ഇതുവരെ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചു. വ്യക്തികളിൽ നിന്നും സംഘടനകളിൽ നിന്നും സ്പോൺസർഷിപ്പ് സ്വീകരിക്കുന്നതിന് ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരിമരുന്ന് വേട്ട കർശനമാക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊണ്ടുവരികയാണെന്ന് മന്ത്രി VN വാസവൻ. ലഹരി ഉപയോഗത്തിനെതിരെ വിമുക്തി മിഷന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നുണ്ടെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രൈമറി തലം മുതൽ നീന്തൽ പഠിപ്പിക്കുന്നത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന് മന്ത്രി V ശിവൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. വിവിധ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ ഇത് നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് അവസാനിക്കുന്നതോടെ സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് പൂർത്തിയാകും. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരണത്തിനായി അടുത്ത മാസം 7 സഭ വീണ്ടും ചേരും. മഹാരാഷ്ട്രയിലെ ജൽഗാവ് ജില്ലയിൽ പരന്ത റെയിൽവേ സ്റ്റേഷന് സമീപം കർണാടക എക്സ്പ്രസ് ഇടിച്ച് 13 പേർ മരിച്ചു, 14 പേർക്ക് പരിക്കേറ്റു. പുഷ്പക് എക്സ്പ്രസിലെ യാത്രക്കാർ തീവണ്ടിയുടെ ചക്രങ്ങളിൽ നിന്ന് പുക ഉയർന്നതിനെ തുടർന്ന് തീപിടുത്തമുണ്ടാകുമെന്ന് ഭയന്ന് രക്ഷപ്പെടാനായി ട്രാക്കിലേക്ക് ചാടിയതാണ് ദുരന്തത്തിന് വഴിയൊരുക്കിയത്.
മൃതദേഹങ്ങൾ ജൽഗാവ് ആശുപത്രിയിലും സർക്കാർ മെഡിക്കൽ കോളേജിലുമായി എത്തിച്ചു. 5 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. മരിച്ചവരുടെ ആശ്രിതർക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന് US മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി അധികാരമേൽക്കുന്ന ചടങ്ങിൽ ഇന്ത്യ പങ്കെടുക്കണമെന്ന് US ഭരണകൂടത്തിന് താൽപര്യമുണ്ടായിരുന്നെന്നും ജയശങ്കർ മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞ വർഷം നവംബറിൽ എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ EPFOയിൽ ചേർന്നത് 14,63,000 അംഗങ്ങൾ. ഇതോടെ ആകെ അംഗങ്ങളുടെ എണ്ണത്തിൽ 2024 ഒക്ടോബറിനേക്കാൾ 9.07% വർധനയുണ്ടായി. ദേശീയ ആരോഗ്യ ദൌത്യം മുൻ തീരുമാനപ്രകാരം 2 വർഷം കൂടി തുടരാൻ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗത്തിന്റെ അനുമതി. ആരോഗ്യരംഗത്ത് മികച്ച പുരോഗതി ഉണ്ടാക്കാൻ ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കഴിഞ്ഞ വർഷങ്ങളിൽ സാധിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. വ്യവസായ മന്ത്രി P. രാജീവ് ഭാരത് ബയോടെക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സായി പ്രസാദുമായി ദാവോസിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി. ഭാരത് ബയോടെക് കേരളത്തിൽ ആരംഭിച്ച പുതിയ യൂണിറ്റിനെക്കുറിച്ചും കൂടുതൽ നിക്ഷേപം നടത്തുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. കേരളത്തിൽ മരുന്ന് നിർമ്മാണ മേഖലയ്ക്ക് വലിയ സാധ്യതകളാണുള്ളതെന്ന് മന്ത്രി വ്യക്തമാക്കി. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 8ാം പതിപ്പിന് ഇന്ന് കോഴിക്കോട് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. സാഹിത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും സമന്വയവേദിയായ KLFൽ 15 രാജ്യങ്ങളിൽ നിന്നായി 500-ലധികം പ്രഭാഷകരാണ് പങ്കെടുക്കുന്നത്. കലാ സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിച്ചുകൊണ്ട് ഇത്തവണ ആതിഥ്യ രാജ്യമായി ഫ്രാൻസാണ് എത്തുന്നത്. ഇന്ത്യയിലെ പ്രശസ്തരായ സാഹിത്യകാരന്മാരും കലാകാരന്മാരും വേദിയിൽ സംബന്ധിക്കും. ചരിത്രകാരൻ രാമേന്ദ്ര ഗുഹ, നടൻ നസറുദ്ദീൻ ഷാ, നടി ഹുമാ ഖുറേഷി, വയലിൻ മാന്ത്രികൻ എൽ സുബ്രഹ്മണ്യം, പുല്ലാങ്കുഴൽ വിദഗ്ധൻ ഹരിപ്രസാദ് ചൗരസ്യ തുടങ്ങിയ പ്രമുഖർ മാറ്റിരക്കുന്നുണ്ട്. തലശ്ശേരിയിലെ ജില്ലാ കോടതി സമുച്ചയം ശനിയാഴ്ച രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. പുതിയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന 10ഓളം കോടതികളുടെ പ്രവർത്തനോദ്ഘാടനം കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ നിർവഹിക്കും. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ മധ്യപ്രദേശിനെതിരെ ടോസ് നേടിയ കേരളം ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ മധ്യപ്രദേശ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 85 റൺസ് എടുത്തിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് FC ജംഷഡ്പൂർ FCയെ നേരിടും. ഹൈദരാബാദിലെ GMC ബാലയോഗി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ലഡാക്കിൽ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസോടെ ഈ വർഷത്തെ ഖേലോ ഇന്ത്യ സീസണ് ഇന്ന് തുടക്കമാകും. ലാഹോണിലെ നവാങ് ദോർജെ സ്പോർട്സ് കോംപ്ലക്സിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ 5 ദിവസത്തെ വിന്റർ ഗെയിംസ് ഉദ്ഘാടനം ചെയ്യും. ഇന്തോനേഷ്യ മാസ്റ്റേഴ്സ് സൂപ്പർ 500 ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ഇന്ന് ജപ്പാന്റെ കെന്റ നിഷിമോട്ടയെ നേരിടും. പ്രയാഗ്രാജിലെ മഹാകുംഭമേളയിൽ പങ്കെടുക്കുന്ന തീർത്ഥാടകർക്ക് അവശ്യ സൗകര്യങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ AI അധിഷ്ഠിത ചാറ്റ് ബോട്ട് സംവിധാനം ഒരുക്കുന്നു. തീർത്ഥാടകർക്ക് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പാർക്കിംഗ് സ്ഥലങ്ങൾ, ഫുഡ് കോർട്ടുകൾ, ആശുപത്രികൾ എന്നിവയെക്കുറിച്ചുള്ള കൃത്യമായ വിശദാംശങ്ങൾ ചാറ്റ് ബോട്ട് നൽകും. തീർത്ഥാടനം സുഗമമാക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 200 പോയിന്റ് ഉയർന്ന് 76,606-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 77 പോയിന്റ് ഉയർന്ന് 23,232-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ഈ മാസം 27-ന് ആരംഭിക്കാനിരിക്കുന്ന പണിമുടക്കിൽ നിന്ന് പിന്മാറണമെന്ന് മന്ത്രി GR അനിൽ. റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങളിൽ ധനമന്ത്രിയുടെ കൂടി സമയം കണ്ടെത്തി വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മലബാർ ക്യാൻസർ സെന്റർ PG ഇൻസ്റ്റിറ്റ്യൂട്ടായി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച ട്രീറ്റ്മെന്റ് ആൻഡ് അക്കാദമിക് ബ്ലോക്ക് ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് പരാക്രം ദിവസ്. സ്വാതന്ത്ര്യ സമ്പാദനത്തിനുള്ള നേതാജിയുടെ ദൃഢനിശ്ചയവും ആസാദ് ഹിന്ദ് ഫൌജിന്റെ നേതൃത്വവും തലമുറകളായി രാജ്യത്തെ ജനങ്ങൾക്ക് പ്രചോദനമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്ന് അവസാനിക്കും. ബജറ്റ് അവതരണത്തിനായി സഭ വീണ്ടും അടുത്ത മാസം 7-ന് ചേരും. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ പുനരധിവാസം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ലഹരിമരുന്ന് വേട്ട കർശനമാക്കുമെന്ന് മന്ത്രി VN വാസവൻ. ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തിന് US മുൻഗണന നൽകുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 8ാം പതിപ്പിന് ഇന്ന് കോഴിക്കോട് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളവും മധ്യപ്രദേശും തമ്മിലുള്ള മത്സരം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.